നമസ്കാരം. മൈ പി എസ് സി ക്ലാസ് റൂമിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അനിമൽസ് ആൻഡ് ബേഡ്സ് സൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻകാല പി എസ് സി എക്സാമുകളിൽ അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും സൗണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക, എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും യങ് വൺസിനെ പറ്റി ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കേൾക്കാത്ത ആൾക്കാർ അതും കൂടെ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രോഗിൻ്റെ സൗണ്ട്. ഫ്രോഗ് അറിയാം, തവളയുടെ സൗണ്ട് എന്താണ്? ക്രോക്ക്. എന്താണ്? ക്രോക്ക്. CROAK, ക്രോക്ക്. അപ്പോൾ ഫ്രോഗിൻ്റെ സൗണ്ട് എന്താണ്? ക്രോക്ക്. സ്നേക്കിൻ്റെ സൗണ്ട് എന്താണ്? ഹിസ്. സ്നേക്കിൻ്റെ സൗണ്ട് ഹിസ്. ഡക്കിൻ്റെ സൗണ്ട് എന്താണ്? ക്വാക്ക്. QUACK, ക്വാക്ക്. അപ്പോൾ ഡക്കിൻ്റെ സൗണ്ട് എന്താണ്? ക്വാക്ക്. QUACK. അടുത്ത് കൗവിൻ്റെ സൗണ്ട് എന്താണ്? ലോസ്. ഓർമ്മിച്ചോണം, കൗവിൻ്റെ സൗണ്ട് എന്താണ്? പശുവിൻ്റെ സൗണ്ട് എന്താണ്? ലോസ്. LOWS, ലോസ്. അടുത്ത് കാക്കയുടെ സൗണ്ട് എന്താണ്? CAWS, ഓർത്ത് വെച്ച്. കാക്കയുടെ സൗണ്ട് എന്താണ്? ക്രോ. എന്താണ് സൗണ്ട്? ഒരു കൂടെ പറയാം. ഫ്രോഗ് എന്താണ്? തവളയുടെ സൗണ്ട് എന്താണ്? ക്രോക്ക്. സ്നേക്കിൻ്റെ ശബ്ദം എന്താണ്? ഹിസ്. HISS. ഡക്കിൻ്റെ സൗണ്ട് ക്വാക്ക്. QUACK, ക്വാക്ക്. പശുവിൻ്റെ സൗണ്ട് ലോസ്. LOWS, ലോസ്. കാക്കയുടെ സൗണ്ട് എന്താണ്? CAWS, അടുത്ത് ഡോഗിൻ്റെ സൗണ്ട് ബാർക്ക്. അല്ലേ? ഡോഗിൻ്റെ സൗണ്ട് എന്താണ്? ബാർക്ക്. BARK, ബാർക്ക്. ഡോൾഫിൻ്റെ സൗണ്ട് എന്താണ്? ക്ലിക്ക്. CLICK, ക്ലിക്ക്. ഡോൾഫിൻ്റെ സൗണ്ട് എന്താണ്? ക്ലിക്ക്. CLICK. അടുത്ത് ക്രിക്കറ്റ് എന്താണ്? ചീവീട്. അല്ലേ? ചീവീടിൻ്റെ ശബ്ദം എന്താണ്? ചിർപ്പ്. CHIRP, ചിർപ്പ്. അപ്പോൾ ക്രിക്കറ്റ് എന്നുള്ള ചീവീടാണ്. ചീവീടിൻ്റെ ശബ്ദം എന്താണ്? ചിർപ്പ്. CHIRP, ചിർപ്പ്. ക്യാമലിൻ്റെ സൗണ്ട് എന്താണ്? ഗ്രണ്ട്. GRUNT, ഗ്രണ്ട് എന്നും ഗ്രോൺ എന്നും പറയും. GROAN, ഗ്രോൺ എന്നും പറയും, ഗ്രണ്ട് എന്നും പറയും. ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ ക്യാമലിൻ്റെ ശബ്ദം എന്താണ്? ഗ്രണ്ട്. GRUNT, ഗ്രണ്ട്. ഇതുകൂടാതെ ഗ്രോൺ എന്നും പറയും. GROAN, ഗ്രോൺ. അടുത്ത് ഊൾഫ്. അതുപോലെ തന്നെ ജാക്കിൾസ്. ഊൾഫ് നമുക്കറിയാവുന്നതാണ്, ചെന്നായ. അതുപോലെ തന്നെ ജാക്കിൾസ് എന്താണ്? കുറുനരി. അപ്പോൾ ഇത് രണ്ടിൻ്റെ ശബ്ദം പറയുന്നത് എന്താണെന്ന് ശബ്ദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗൾ. എന്താണ്? ഹൗൾ. HOWL, ഹൗൾ. ഓർത്ത് വെച്ചിരിക്കുക. ഊൾഫിൻ്റെയും ജാക്കിൾസിൻ്റെയും ശബ്ദം എന്താണ്? ഹൗൾ. HOWL, ഹൗൾ. ഒരു കൂടെ പറയാം. ഡോഗിൻ്റെ ശബ്ദം എന്താണ്? ഡോഗ്, ബാർക്ക്. ഡോൾഫിൻ, ക്ലിക്ക്. ക്രിക്കറ്റ്, ചിർപ്പ്. എന്താണ്? ചിർപ്പ്. ക്യാമൽ, ഗ്രണ്ട് എന്നും പറയും, ഗ്രോൺ എന്നും പറയും, ഗ്രോൺ. ഊൾഫ്, ജാക്കിൾസ്. എന്താണ് ശബ്ദം? ഹൗൾ. HOWL, ഹൗൾ. അടുത്ത ഔൾ, മൂങ്ങ. അല്ലേ? ഔളിൻ്റെ ശബ്ദം എന്താണ്? മൂങ്ങയുടെ ശബ്ദം ഹൂട്ട് എന്നും പറയും, സ്ക്രീച്ച് എന്നും പറയും. ഹൂട്ട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഔളിൻ്റെ ശബ്ദം എന്താണ്? ഹൂട്ട്. HOOT, ഹൂട്ട്. അതുപോലെ സ്ക്രീച്ച്. അടുത്ത ബാറ്റ് എന്താണ്? വവ്വാലിൻ്റെ ശബ്ദം എന്താണ്? സ്ക്രീച്ച്. SCREECH, സ്ക്രീച്ച്. അടുത്ത് പാരറ്റ്, തത്തയുടെ ശബ്ദം എന്താണ്? ടോക്ക്. അതുപോലെ സ്ക്രീച്ച്. രണ്ട് ശബ്ദങ്ങളാണുള്ളത്. ഒന്ന് ടോക്ക്, അല്ലേ? TALK, ടോക്ക്. അതുപോലെ തന്നെ സ്ക്രീച്ച്. SCREECH, സ്ക്രീച്ച്. അടുത്ത മങ്കിയുടെ സൗണ്ട് എന്താണ്? ചാറ്റർ.
ചാറ്ററും ഉണ്ട്, ഗിബ്ബറും ഉണ്ട്. എന്താണ് ചാറ്റർ, ഗിബ്ബർ? ഓർത്ത് വെച്ചിരിക്കുക. മങ്കിയുടെ ശബ്ദം ഏതൊക്കെയാണ്? ചാറ്റർ, ഗിബ്ബർ. ഓർത്ത് വെച്ചു. അതുപോലെ ഗിബ്ബർ, എയ്പ്പിൻ്റെ സൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിബ്ബറാണ്. എയ്പ്പിൻ്റെ ശബ്ദം എന്താണ്? ഗിബ്ബറാണ്. അപ്പം മങ്കിയുടെയും എയ്പ്പിൻ്റെയും ശബ്ദം ഒന്ന് തന്നെയാണ്, ഗിബ്ബർ. ഇതുകൂടെ മങ്കിയുടെ ശബ്ദം ചാറ്റർ എന്നും ഉണ്ട്. പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കൂടെ പറയാം. ഔൾ, മൂങ്ങയുടെ ശബ്ദം എന്താണ്? ഹൂട്ട്, സ്ക്രീച്ച്. ബാറ്റ്, വവ്വാലിൻ്റെ ശബ്ദം എന്താണ്? സ്ക്രീച്ച്. പാരറ്റ്, തത്തയുടെ ശബ്ദം എന്താണ്? ടോക്ക്. അതുപോലെ സ്ക്രീച്ച്. മങ്കിയുടെ ശബ്ദം എന്താണ്? ചാറ്റർ, ഗിബ്ബർ. അതുപോലെ എയ്പ്പിൻ്റെ ശബ്ദവും എന്ത് തന്നെയാണ്? ഗിബ്ബറാണ്. അടുത്ത ഓട്ടർ നമുക്കറിയാം എന്താണ്? നീർനായ അല്ലേ? ഇതുകൂടാതെ മോസ്കിറ്റോ, ഇത് രണ്ടിൻ്റെ ശബ്ദം ഒന്നാണ്? വൈൻ. ഓർത്ത് വച്ചിരിക്കുക. ഓട്ടർ, മോസ്കിറ്റോ, ഇത് രണ്ടിൻ്റെ ശബ്ദം എന്ത് തന്നെയാണ്? വൈൻ. ഓർത്ത് WHINE, വൈൻ. ഓർത്ത് വച്ചിരിക്കുക. മോസ്കിറ്റോയുടെയും ഓട്ടറിൻ്റെ ശബ്ദം ഒന്ന് തന്നെയാണ്, വൈൻ. മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ ഹോഴ്സിൻ്റെ സൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈ. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നൈ, NEIGH, നൈ എന്നും പറയും, വിന്നി എന്നും പറയും. ഓർത്ത് WHINNY. അപ്പോൾ ഹോഴ്സിൻ്റെ സൗണ്ട് എന്താണ്? നൈ, വിന്നി. ഓർത്ത് വച്ചിരിക്കുക. അതുപോലെ തന്നെ ഫോക്സിൻ്റെ ശബ്ദം എന്താണ്? യെൽപ്പ്, YELP. യെൽപ്പ് എന്നും പറയും. അതുപോലെ ബാർക്ക് എന്നും പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോഗിൻ്റെ സൗണ്ട് എന്താണ്? ബാർക്കാണ്. അതുപോലെ തന്നെ ഫോക്സിൻ്റെ സൗണ്ട് യെൽപ്പും ബാർക്കും. ഓർത്ത് വെച്ച് ബാർക്ക്. അതുപോലെ തന്നെ യെൽപ്പ് നമ്മളെ പപ്പി അല്ലേ? പപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡോഗിൻ്റെ കുഞ്ഞിനെ പറയുന്നതാണ്. ആ ഡോഗിൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് എന്ത് തന്നെയാണ്? യെൽപ്പ്. ഓർത്ത് വെച്ചിരിക്കുക, യെൽപ്പ്. അപ്പോൾ ഫോക്സിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് യെൽപ്പ്, ബാർക്ക്. അതുപോലെ യെൽപ്പ് എന്ന് പറയുന്ന സൗണ്ട്, പപ്പിയുടെ സൗണ്ടും യെൽപ്പാണ്. ഓർത്ത്, പപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം ഡോഗിൻ്റെ യങ്ങോണ്ണാണ്. അടുത്ത് മൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയാണ് അല്ലേ? അതുപോലെ സ്ക്വയറൽ, അണ്ണാൻ. മൈസ്, സ്ക്വയറൽ, ഇത് രണ്ടിൻ്റെയും സൗണ്ട് എന്ന് പറയുന്നത് സ്ക്യൂക്ക്. എന്താണ്? സ്ക്യൂക്ക്. SQUEAK, സ്ക്യൂക്ക്. ഓർത്ത് വെച്ചിരിക്കുക. സ്ക്വയറൽ, അണ്ണാൻ. അതുപോലെ മൈസ്, എലി, ഇത് രണ്ടിൻ്റെ ശബ്ദം എന്താണ്? സ്ക്യൂക്ക്. എന്താണ്? സ്ക്യൂക്ക്. ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ പിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പന്നി അല്ലേ? പന്നിയുടെ സൗണ്ട് ഗ്രണ്ട്. നമ്മൾ നേരത്തെ ക്യാമലിൻ്റെ സൗണ്ട് പറഞ്ഞ എന്താണ്? ഗ്രണ്ട് തന്നെയാണ്. അതുപോലെ പിഗിൻ്റെ സൗണ്ട് എന്ത് തന്നെയാണ്? ഗ്രണ്ട്. ഓർത്ത് GRUNT, ഗ്രണ്ട്. ഒരു കൂടെ പറയാം. ഓട്ടർ, മോസ്കിറ്റോ, ഇത് രണ്ടിൻ്റെയും സൗണ്ട് എന്ന് പറയുന്നത് വൈനാണ്. ഹോഴ്സിൻ്റെ സൗണ്ട് നൈയുണ്ട്, വിന്നിയുണ്ട്. ഫോക്സിൻ്റെ സൗണ്ട് യെൽപ്പ്, ബാർക്ക്. അതുപോലെ തന്നെ സ്ക്വയറൽ, മൈസ്, ഇത് രണ്ടിൻ്റെ ശബ്ദം എന്താണ്? സ്ക്യൂക്ക്. എന്താണ്? സ്ക്യൂക്ക്. അതുപോലെ തന്നെ പിഗിൻ്റെ സൗണ്ട് എന്താണ്? ഗ്രണ്ട്. ഓർത്ത് വെച്ചിരിക്കുക. പിഗിൻ്റെ സൗണ്ട് എന്താണ്? ഗ്രണ്ട്. അടുത്ത ഓർത്ത് വെച്ചിരിക്കുക. ബാഡ്, വാസ്പ്, ഇതിൻ്റെ മൂന്നിൻ്റെയും ശബ്ദം എന്ന് പറയുന്നത് ഹും. എന്താണ്? ഹും. ബി, തേനീച്ച. അതുപോലെ തന്നെ ബാഡ്, വാസ്പ്, ഈ മൂന്നിൻ്റെയും ശബ്ദം എന്താണ്? HUM, HUM, ഹും. അതുപോലെ തന്നെ ബി, തേനീച്ചയുടെ വേറൊരു ശബ്ദമാണ്. തേനീച്ചയുടെയും ഫ്ലൈയുടെയും അല്ലേ? FLY, ഫ്ലൈ, ഇത് രണ്ടിൻ്റെയും ശബ്ദമാണ് ബസ്. നമ്മൾ ബിയുടെ നേരത്തെ ഒരു സൗണ്ട് പറഞ്ഞു, ഹും. ഇത് കൂടാതെ ബി, ഫ്ലൈ, ഇത് രണ്ടിൻ്റെയും സൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസ്. BUSS അല്ലേ? ബസ്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ബി, ബാഡ്, വാസ്പ്, ഹും, ഈ ബി, ബാഡ്, വാസ്പ്, ഇത് മൂന്നിൻ്റെയും ശബ്ദമാണ് HUM, HUM. അതുകൂടാതെ ബിയുടെ ശബ്ദം, അതുപോലെ ഫ്ലൈയുടെ സൗണ്ട് എന്ന് പറയുന്നത് ബസ്സാണ്. BUSS. ഓർത്ത് വച്ചിരിക്കുക. അടുത്ത് പെൻഗിൻ, ഷീപ്പ്, ഗോട്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും സൗണ്ട് എന്ന് പറയുന്നത് ബ്ലേറ്റ്. എന്താണ്? ബ്ലേറ്റ്. പെൻഗിൻ്റെയും ഷീപ്പിൻ്റെയും ഗോട്ടിൻ്റെയും സൗണ്ട് എന്താണ്? ബ്ലേറ്റ് അല്ലേ? ബ്ലേറ്റ്. ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ ഡോവ്, പീജിയോൺ, ഇത് രണ്ടിൻ്റെയും ശബ്ദം എന്താണ്? കൂ. എന്താണ്? കൂ. COOS, കൂസ്. ഓർത്ത് വെച്ചിരിക്കുക. COOS, കൂസ്. അപ്പോൾ ഡോവിൻ്റെയും പീജിയോണിൻ്റെയും സൗണ്ട് എന്താണ്? കൂ. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ഈഗിൾ, വൾച്ചർ, പീകോക്ക്, ഹോക്ക്. ഈഗിൾ, വൾച്ചർ, പീകോക്ക്, ഹോക്ക്.
ഈ ത്രീയുടെ സൗണ്ട് എന്ന് പറയുന്നത് സ്ക്രീമാണ്. എന്താണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഈഗിളിൻ്റെ സൗണ്ട് എന്താണ്, അല്ലെങ്കിൽ വൾച്ചറിൻ്റെ സൗണ്ട് എന്താണ്, പീകോക്ക്, ഹോക്ക്, ഇതിൻ്റെയൊക്കെ ശബ്ദത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്, സ്ക്രീം. ഓർത്ത് വെച്ച് എന്താണ് സ്ക്രീം, SCREAM, സ്ക്രീം. ഓർത്ത് വെച്ചിരിക്കുക. ഒരു കൂടെ പറയാം, ബി, ബാഡ്, വാസ്പ്, ഇത്രേൻ്റെ സൗണ്ടാണ് ഹും, HUM, ഹും. ബി, ഫ്ലൈ, ഇതിൻ്റെ സൗണ്ടാണ് ബുസ്, BUSS, ബുസ്. ഓർത്ത് വെച്ചിരിക്കുക. ഷീപ്പ്, ഇതിൻ്റെ സൗണ്ട് എന്താണ്, ബ്ലീറ്റ്, BLEAT, ബ്ലീറ്റ്. ഈഗിൾ, വൾച്ചർ, പീകോക്ക്, ഹോക്ക്, ഇതിൻ്റെ സൗണ്ട് എന്താണ്, സ്ക്രീം. ഓർത്ത് വെച്ചിരിക്കുക, SCREAM, സ്ക്രീം. ഡോവ്, പീജിയോൺ, ഇതിൻ്റെ സൗണ്ട് എന്താണ്, കൂസ്. ഓർത്ത് വെച്ചിരിക്കുക എന്താണ്, കൂസ്. അടുത്ത ഓർത്ത് വെച്ചിരിക്കണം, അതൊരു പ്രധാനപ്പെട്ട ഇതാണ് എലിഫൻറ്റ്. പരീക്ഷ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എലിഫൻറ്റ് സൗണ്ട് എന്താണ്, എലിഫൻറ്റ് സൗണ്ട് ട്രംപറ്റ്. എലിഫൻറ്റ് സൗണ്ട് എന്താണ്, ട്രംപറ്റ്. അതുപോലെ ക്യാറ്റ്, കിറ്റൺ അല്ലേ, ക്യാറ്റിൻ്റെ യങ്ങോണാണ് കിറ്റൺ. ഇത് രണ്ടിൻ്റെ സൗണ്ട് ഒന്ന് തന്നെയാണ്, മ്യൂ. എന്താണ്, മ്യൂ, MEWS, മ്യൂ. അപ്പോൾ ക്യാറ്റിൻ്റെയും കിറ്റൻ്റെയും സൗണ്ട് ഒന്ന് തന്നെയാണ്, മ്യൂ. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് ഗൂസിൻ്റെ സൗണ്ട് എന്താണ്, കേക്കിൾ എന്നും പറയും, ഹോങ്ക് എന്നും പറയും. കേക്കിൾ, ഹോങ്ക്. അപ്പോൾ ഗൂസിൻ്റെ സൗണ്ട് എന്താണ്, കേക്കിൾ, ഹോങ്ക്, HONK, ഹോങ്ക്. അടുത്ത് ഡിയറിൻ്റെ സൗണ്ട് എന്താണ്, ബെൽസ്. ഡിയറിൻ്റെ സൗണ്ട് എന്താണ്, ബെൽസ്. അപ്പോൾ ഡിയറിൻ്റെ സൗണ്ട് ബെൽസ്. അടുത്ത് റാബിറ്റിൻ്റെ സൗണ്ട് എന്താണ്, റാബിറ്റിൻ്റെ സൗണ്ട് സ്ക്യുവൽ. എന്താണ്, സ്ക്യുവൽ, SQUEALS, സ്ക്യുവൽസ്. അപ്പോൾ റാബിറ്റിൻ്റെ സൗണ്ട് എന്താണ്, സ്ക്യുവൽസ്. അപ്പോൾ ഒരു കൂടെ പറയാം, എലിഫൻറ്റിൻ്റെ സൗണ്ട് ട്രംപറ്റ്, ക്യാറ്റ്, കിറ്റൺ, ഇതിൻ്റെ സൗണ്ട് എന്താണ്, മ്യൂ. അതുപോലെ ഗൂസിൻ്റെ സൗണ്ട് എന്താണ്, കേക്കിൾ, ഹോങ്ക്. ഡിയറിൻ്റെ സൗണ്ട് എന്താണ്, ബെൽസ്. റാബിറ്റ്, സ്ക്യുവൽസ്, എന്നാണ്, സ്ക്യുവൽസ്. അടുത്ത ടൈഗറിൻ്റെയും ലയണിൻ്റെയും സൗണ്ട് റോയർ. എന്താണ്, റോയർ. ഓർത്ത് വെച്ചിരിക്കുക. ടൈഗറിൻ്റെയും ലയണിൻ്റെയും സൗണ്ട് ഒന്നാണ് റോയർ. എന്നാണ്, ROAR, റോയർ. അപ്പോൾ ടൈഗറിൻ്റെയും ലയണിൻ്റെയും സൗണ്ട് റോയർ. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ഗ്രാസ് ഹൂപ്പർ, പുൽച്ചാടി. എന്താണ്, ഗ്രാസ് ഹൂപ്പർ, എന്താണ്, പുൽച്ചാടി. ഗ്രാസ് ഹൂപ്പറിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് പിറ്റർ, ചിർപ്പ്. എന്താണ്, പിറ്റർ, ചിർപ്പ്. അപ്പോൾ ഗ്രാസ് ഹൂപ്പറിൻ്റെ സൗണ്ട് എന്താണ്, പിറ്റർ, ചിർപ്പ്. അപ്പോൾ ഹെന്നിൻ്റെ സൗണ്ട് എന്താണ്, ക്ലക്ക്. എന്താണ്, ക്ലക്ക്. അപ്പോൾ ഹെന്നിൻ്റെ സൗണ്ട് എന്താണ്, ക്ലക്ക്, CLUCK, ക്ലക്ക്. അപ്പോൾ ഹെന്നിൻ്റെ സൗണ്ട് ക്ലക്ക്. സ്പാരോയുടെ സൗണ്ട് എന്താണ്, സ്പാരോ, ട്വിറ്റർ, ചിർപ്പ്. എന്നാണ്, ട്വിറ്റർ, ചിർപ്പ്. ഒരു കൂടെ പറയാം, ടൈഗറിൻ്റെയും ലയണിൻ്റെയും സൗണ്ടിനെ അറിയപ്പെടുന്നത് റോയർ. ഗ്രാസ് ഹൂപ്പർ, പുൽച്ചാടി, അതിൻ്റെ സൗണ്ട് പിറ്റർ, ചിർപ്പ്. ഹെന്നിൻ്റെ സൗണ്ട് ക്ലക്ക്. സ്പാരോ എന്താണ്, ട്വിറ്റർ, ചിർപ്പ്. എന്താണ്, ട്വിറ്റർ, ചിർപ്പ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബേഡ്, ബി, വാസ്പ്, ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹുമ്മാണ് അല്ലേ. എന്നാൽ ബേഡിന് വേറെയും സൗണ്ടുകളുണ്ട്. ബേഡിൻ്റെ സൗണ്ടുകളെന്ന് പറയുന്നത് സിങ്ങുണ്ട്, ചിർപ്പുണ്ട്, ട്വിറ്ററുണ്ട്. അപ്പോൾ ബേഡിൻ്റെ മറ്റ് സൗണ്ടുകൾ ഏതൊക്കെയാണ്, സിങ്, ചിർപ്പ്, ട്വിറ്റർ. നമ്മൾ നേരത്തെ ഒരു സൗണ്ട് പറഞ്ഞു ബേഡിൻ്റെ, എന്താണ്, ഹും അല്ലേ, ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ ഡോങ്കിയുടെ സൗണ്ട് ബ്രാസ്. എന്താണ്, BRAYS, ബ്രൈസ്. ഓർത്ത് വെച്ചിരിക്കുക, BRAY, ബ്രേസ്. ഡോങ്കിയുടെ സൗണ്ട് ബ്രേ. അതുപോലെ തന്നെ ഓക്സൻ, ബുൾസ് അല്ലേ, കാളയുടെ സൗണ്ട് അല്ലേ. കാളയുടെ സൗണ്ട് എന്ന് പറയുന്നത് ബെല്ലോ, BELLO, ബെല്ലോ. അപ്പോൾ ഓക്സൻ അല്ലെങ്കിൽ ബുൾസിൻ്റെ സൗണ്ട് എന്താണ്, ബെല്ലോ. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ബേഡിൻ്റെ സൗണ്ടാണ് സിങ്, ചിർപ്പ്, ട്വിറ്റർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹും. അതുപോലെ ഡോങ്കിയുടെ സൗണ്ട് ബ്രേസ്. ഓക്സൻ, ബുൾസ്, ഇതിൻ്റെ സൗണ്ടാണ് ബെല്ലോസ് അല്ലേ, BELLOW, ബെല്ലോസ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് മുൻകാല PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും സൗണ്ടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നതാണ്.